ഉമ്മയുടെ വില വല്ലാത്തതാ, ഉമ്മയുടെ സ്ഥാനം വല്ലാത്തതാ. ഉമ്മയുടെ ഒരൊറ്റ വാക്കുമതി നിന്റെ ജീവിതം തകർന്നു പോകാൻ, നിന്റെ ജീവിതം തകർന്നു പോകാൻ, നിന്റെ തലവര തിരിഞ്ഞു പോകാൻ നിന്റെ ഉമ്മയുടെ ഒറ്റ വാക്കുമതി. അതിനാണ് ചരിത്രം പഠിക്കാൻ പറഞ്ഞത്. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിച്ചിട്ടില്ല. അള്ളാനെ വല്ലാത്ത പേടിയാ ജുറൈജിന്, അള്ളാഹുവിനെ വല്ലാത്ത ഭയമാണ് ജുറൈജിന്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോ നോക്കിയാലും ഇബാദത്താ. വീട്ടിൽ ഉമ്മാടെ കൂടെ നിൽക്കുന്നത് കാരണം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പോകുകയാ. അവിടെ നിന്ന് പോയി ഒറ്റയ്ക്ക് ഒരു തമ്പ് കെട്ടിയിട്ട് രാവും പകലും നിസ്കാരം. അപ്പൊ ജുറൈജിന്റെ ഉമ്മയ്ക്ക് തോന്നി, ഒരുപാട് ദിവസമായല്ലോ മോനെ ഒന്ന് കണ്ടിട്ട് പോയി കാണാം, ഉമ്മയ്ക്കൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഉമ്മ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് തങ്ങൾ വിചാരിച്ചു നിസ്കാരത്തിലല്ലേ അല്ലാ, സലാം വീട്ടിയിട്ട് ചോദിക്കാൻ എന്തേന്ന്. കൈയടിച്ചില്ല. എങ്കിലും നിന്റെ ദീൻ പഠിപ്പിക്കുന്ന എന്തെന്നറിയുവോ, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ സുന്നത്ത്. എന്റെ വീടിന്റെ അകത്ത് ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? പറ, ഞാൻ എന്ത് ചെയ്യണം? നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുക നിന്റെ വീടിന്റെ അകത്ത്. നിന്റെ വീടിന്റെ അകത്ത് ഫർളല്ല, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുക. 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. ആ 4ാമത്തെ റക്അത്തിന്റെ റുകൂയിലേക്ക് ഇങ്ങനെ പോയി, അല്ലെങ്കിൽ സുജൂദിലേക്ക് ഇങ്ങനെ പോയി. ആ സമയത്താണ് വീടിന്റെ പുറത്തു വന്ന് നിന്നിട്ട് നിന്റെ ഉമ്മ വിളിച്ചു, മോനെ മോനെ സിറാജെ എന്ന് വിളിച്ചാൽ അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൈ ഇങ്ങനെ അടിച്ച് താഴെ ഇട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, നമസ്കാരത്തിനല്ല ഇവിടെ ബല. നിന്റെ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അങ്ങ് അഴിക്ക.